എനിക്ക് പേടിയാവുന്നു. എടി മിസ് എന്താടി പറഞ്ഞിട്ട് പോയേ? നീ എന്തിനാ കരയുന്നേ? അത് പിന്നെ എടാ ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? എൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഒരുത്തം കയറി ഇറക്കി. ഞാൻ അവനെ നല്ല ഇടി ഇടിക്കുമായിരുന്നു. അപ്പോഴും നമ്മുടെ മിസ് കയറി വന്ന് മിസ് എല്ലാം കണ്ട് തീർന്നു. അതാണല്ലേ നിനക്ക് മാത്രം പേരൻസ് മീറ്റിംഗ് വെച്ച്? പോടാർക്ക, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടിയാ. നിനക്ക് മാത്രം മിസ് ഇപ്പൊ വരൂല. അപ്പൊ ചോദിക്കാം. അപ്പൊ അവന് ചോദിച്ചോ, നിനക്കൊന്നും അറിയണ്ടല്ലോ. എന്റെ ചങ്കല്ലേ നീ? കരയല്ലേ സാരില്ല കേട്ടാ. മിസ്സിങ് വരട്ടെ. പാവുണ്ട് പാറു, നല്ല പണി കിട്ടി. അതെ എന്റെ പേടി ഇനി വല്ല സസ്പെൻഷൻ വല്ലോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റും. അതെ ഒരു കാര്യം ചെയ്യാം. അന്ന് മേസിയുടെ പ്രശ്നം നമ്മൾ മിസ്സിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാം. നാളെ പേരൻസ് വരുവാണെങ്കിൽ അവരെ കൊണ്ടും പറയിപ്പിക്കാം. അപ്പൊ ഈ പ്രശ്നം ഒതുങ്ങി പൊക്കോളും. അതൊരു നല്ല ഐഡിയ. നമുക്ക് അങ്ങനെ ചെയ്യാം. എന്റെ വീട്ടിലറിഞ്ഞാൽ എന്നെ കൊല്ലും. ഇല്ലടി, അത് നീ വാസിച്ചായും സമ്മതിക്കില്ല. എന്റെ കൂടെ നിൽക്കുവോ നീ? പിന്നെ നിൽക്കാണ്ട് ഞാനുണ്ട് നിനക്ക്. എനിക്ക് പേടിയാണോടാ. മിസ്സിങ് വരട്ടെ, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ. എന്താ ഇവിടെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? മിസ്സേ, ഈ പാർവതി ഇവിടെ ഇരുന്ന് കരയുന്നു. കുറച്ച് കരയട്ടെ, കുറച്ച് പേടിയൊക്കെ വേണം. എന്താ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നേ? ചുമ്മാ ഇടി പിടിക്കാൻ പോകുന്ന കാര്യം എന്താ? അതല്ല മിസ്സേ, പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടുന്നവന്റെ കയ്യല്ലേ വെട്ടേണ്ടത്. നീ ആരെ, ബാഹുബലിയോ? അല്ല മിസ്സേ, ഞാനൊരു പാവം വാസു. പക്ഷേ ഇതിന് ഞാൻ ഈ പാർവതിയുടെ കൂടെ തന്നെ നിൽക്കും. എന്നാ നിനക്ക് എന്റെ ഇന്ന് നല്ലത് കിട്ടും കേട്ടോ. മിസ്സേ പാവുണ്ട് ഇവളുടെ ചേച്ചിക്ക് വേണ്ടിട്ടല്ലേ. മിസ്സിനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വന്നേക്കണെങ്കിൽ ഞങ്ങൾ എല്ലാരും വന്നിരിക്കൂലേ മിസ്സേ? എന്റെ കുട്ടികൾ ഇത്ര നല്ല കുട്ടികളായിരുന്നോ? അതെ മിസ്സേ, മിസ് ഞങ്ങൾക്ക് അമ്മയെപ്പോലെയാണ്. ഞങ്ങൾ ഉറപ്പായിട്ടും മിസ്സിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. മിസ്സേ പാവുണ്ട് ഇവളെന്ത് കരച്ചിലാന്ന് നോക്കിയ മിസ്സേ, എനിക്ക് തന്നെ സഹിക്കുന്നില്ല. പ്ലീസ് മിസ്സേ, ഇത്തവണ ഒന്ന് ക്ഷമിക്കുന്നേ. പ്ലീസ്. ശരി. പക്ഷേ ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാകരുത് കേട്ടല്ലോ. അല്ലേ മിസ്സേ, അപ്പോൾ സംശയം. ഇനി ആരെങ്കിലൊക്കെ വന്ന് ഇതുപോലെ ഇരിക്കുക എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നേരെ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ പോരെ. എന്തിനാ ഇങ്ങനെ ഇടിപിടിക്കൊക്കെ നടക്കുന്നേ? പാർവതി കടിച്ചിട്ട് നിർത്തിക്കേ. സാരമില്ല കേട്ടോ. മിസ്സിന് അപ്പം നല്ല ദേഷ്യം വന്നു, അതാ. മിസ്സേ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. സോറി. പോട്ടെ കണ്ടേ, ഇത്രയുടെ കാര്യം. ഈ വാസിച്ചാലൊരു കാര്യം. പിന്നെ മിസ്സേ, ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്താ? ടൂർ പോയ സമയത്ത് ക്യാമ്പ് ഫയറിൽ തീ പിടിച്ചില്ലേ? അയ്യോ, വലിയൊരു അപകടമായിരുന്നു. അതിന് കാരണക്കാരി മേസിയ. ഏത് 5th ബിയിലെ മേസിയോ? അതെ മിസ്സേ. എന്താ നിങ്ങൾ പറയുന്നേ? അതെ മിസ്സേ, ഞങ്ങളുടെ തെളിവുണ്ട്. അന്നെടുത്ത വീഡിയോ ഉണ്ട്. അവള് കൊണ്ട് എന്തോ ഒഴിച്ചിട്ട് പോയതാ. അത് അത്ര ആളി പടർന്ന്. ഇതെന്താ നിങ്ങൾ നേരത്തെ പറയാഞ്ഞത്? പിന്നീട് ഞങ്ങളത് വിട്ടുപോയി മിസ്സേ. ഓഹോ, ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങളുടെ ആ വീഡിയോ ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതെ മിസ്സേ. നാളെ പാരന്റ്സ് വരുമ്പോ ഫോണും കൂടി കൊണ്ടുവരാൻ പറ. ആ വീഡിയോയും വേണം കേട്ടല്ലോ. ഓക്കെ മിസ്സേ. പിന്നെ നാളെ എല്ലാവരും പേരൻസ് നിർബന്ധമായിട്ടും വന്നിരിക്കണം കേട്ടല്ലോ. അപ്പൊ ശരി. ദൈവമേ, ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചല്ലോ. എന്തിടാ, നീ ഒന്നും കേട്ടില്ലേ? 2 കാര്യങ്ങൾ അവിടെ നടന്നത്. ഒന്ന് പേരൻസ് മീറ്റിംഗ്, ഒന്ന് എന്റെ മേസി. എടാ അത് പിന്നെ നീ മിണ്ടരുത്, ഞാനിപ്പോ വരാം. നിങ്ങളൊക്കെ കൂടി എന്റെ മേസിനെ എന്തിനാണ് ഈ കളകുറ്റം വെക്കണേ? കളകുട്ടോ? ഇത് സത്യമായൊരു കാര്യം. എന്റെ മേസി എത്ര കാര്യമില്ല. അവളെ വല്ലോ കള്ളക്കൂട്ടം ചുമത്തി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട കുശുമ്പി കൂട്ടങ്ങൾ. നിനക്ക് വേണേ വിശ്വസിച്ചാൽ മതി. ഞങ്ങളുടെ ഈ തെളിവുണ്ട്. നീ വേണേ അത് കണ്ടു നോക്ക്. ഒന്നുമില്ലല്ലോ, ഞങ്ങളൊക്കെ നിന്റെ ചങ്കല്ലേ. എന്നിട്ടിപ്പ ഞങ്ങൾ പറയാനും നിനക്ക് വിശ്വാസമില്ലല്ലേ? ആണോടി? അവൾ അങ്ങനെ ചെയ്തോ? ശരിക്കും ചെയ്തോ? അതെ. നിങ്ങൾ വിഷമിക്കണ്ട. എല്ലാവർക്കും ഒരു തെറ്റ് പറ്റുമല്ലോ. അവളെ നന്നാക്കാൻ ഈ ഞാൻ മതി. അവളെ പറഞ്ഞ് ഞാൻ തിരുത്തും കേട്ടോ.
നന്മയുടെ പാതയാണല്ലോ. അതെ, അവക്ക് ഒരബദ്ധം പറ്റിയായിരിക്കും. പക്ഷേ ഇനി അവൾ ഇത് ആവർത്തിക്കില്ല. പിന്നെയാണെങ്കിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാമെന്ന് ആരും വ്യാമോഹിക്കണ്ട കേട്ടോ. അവളെ നന്നാക്കി എടുക്കാ വേണ്ടത്. ഈ വാസിച്ചായനേറ്റത്. അയ്യോ, നാളെ പേരൻസ് മീറ്റിംഗ്. ഞാനിപ്പോ വരാവേ. ചറക്കന് പ്രാന്തായി. അല്ല, നമ്മളെന്താ ഇത്ര ലേറ്റ് ആയിട്ട് മേഴ്സിയുടെ കാര്യം പറഞ്ഞേ? ഒരു പ്ലാനിങ് ഇല്ലാന്നല്ലോ. അത് പാറു ഈ പ്രശ്നം വലുതാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പറയാനിരുന്നതായിരുന്നു. സാരിയില്ല, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഒരുപാടായില്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് എല്ലാരും വീട്ടിൽ ചെന്ന് മേഴ്സിയുടെ കാര്യം പറയണം കേട്ടല്ലോ. എന്താ വാസു? മിസ്സേ, നാളെ പേരൻസ് മീറ്റിംഗ് അല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ആരും വരൂല കേട്ടോ. എന്നാ മോൻ നീ മേലെ ക്ലാസ്സിൽ കയറൂല കേട്ടല്ലോ. മിസ്സേ ചതിക്കല്ലേ, മിസ്സേ ചതിക്കല്ലേ. വീട്ടിലിറങ്ങിയ വിഷയാ മിസ്സേ. എന്നറിഞ്ഞ മിസ്സേ, ഞാൻ എന്റെ മാർക്കൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതുമല്ല എന്റെ പപ്പ അതൊക്കെ അറിഞ്ഞത് നല്ല അടി തരും മിസ്സേ. ചതിക്കല്ലേ മിസ്സേ, ചതിക്കല്ലേ. നീ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ വീട്ടിൽ നിന്ന് ആളെ വരാണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല മിസ്സേ. അങ്ങനെ പറയല്ലേ മിസ്സേ. വാസു, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് കേട്ടല്ലോ. മര്യാദ ക്ലാസ്സിൽ പോ. മിസ്സേ ചതിക്കല്ലേ മിസ്സേ. മിസ്സിന്റെ ഞാൻ കാല് പിടിക്കാം മിസ്സേ. പ്ലീസ് മിസ്സേ, പ്ലീസ്. എടാ ഒന്ന് എണീക്കടാ. എടാ എണീക്കടാ. ഇല്ല മിസ്സേ, മിസ്സ് സംഭവിക്കാതെ എണീക്കൂല. എടാ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എണീക്ക് എണീക്ക്. ഇല്ല മിസ്സേ, എനിക്ക് പേടിയായിട്ട് പേര് മിസ്സേ. ചേടാ, നാളെ നിന്റെ പേരൻസ് വരുമ്പോ ഞാൻ ഒന്നും പറയില്ല പോരെ? എന്നാ പിന്നെ അവിടെ എന്തിനാ മിസ്സേ ഇവിടെ വരെ കഷ്ടപ്പെട്ട് തന്നെ? മിസ് ഒന്നും പറയില്ലല്ലോ. എന്റെ വാസു ഒന്ന് എണീക്ക്. ഇല്ല മിസ്സേ, മിസ് ഒന്ന് സമ്മതിച്ചാ മതി. പ്ലീസ് മിസ്സേ, പ്ലീസ്. വാസു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് സ്കൂളിന്റെ റൂളാ. മിസ്സേ എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യുക. മിസ് ദയവ് ചെയ്ത് മേഴ്സിയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അതെന്താ? അവളെ പറഞ്ഞു മനസ്സിലാക്കി നന്നാക്കി എടുക്കും മിസ്സേ. അല്ലാണ്ട് അവളെ പറക്കി വിടല്ലേ മിസ്സേ. പ്ലീസ് പ്ലീസ്. അവളെന്റെ ഭാവിയിൽ വരുമോ മിസ്സേ? എന്താണ് നിനക്ക്? മര്യാദ ഇരുന്ന് പഠിക്കാൻ നോക്ക്. അവന്റെ ചുറ്റിക്കളി. പ്ലീസ് മിസ്സേ, എന്തെങ്കിലും ഒന്ന് സമ്മതിക്കൂ. ശരി ശരി, ആലോചിക്കാം. ഇപ്പൊ എണീറ്റ് പോ. ഒരുപാട് നന്ദിയുണ്ട് മിസ്സേ. വേഗം കേട്ടോ. ഞാൻ നിന്നും കുടുങ്ങുന്നേ. അല്ല മിസ്സേ, ഈ രഹസ്യം ആരോടും പറയരുത് കേട്ടോ. ഓടടാ, ഞാൻ വടി എടുക്കണോ? അയ്യാ വേണ്ടേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം.